എവിടെ പോയതാ? എവിടെ പോയതാന്ന്? രാവിലെ തൊട്ടൊന്നും ഇവിടെ കണ്ടില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ എവിടെ പോയതാന്ന്. ഞാൻ ഒരു കല്യാണത്തിന് പോയിരുന്നു. ആരുടെ കല്യാണം? ദീപക് വെറ്റ്സ് അഞ്ജലി. ദീപക് വിളിച്ച അഞ്ജലി അതാര്? ദീപക് വെറ്റ്സ് അഞ്ജലി അവരുടെ കല്യാണം. അല്ലെ ദീപക്കാരാ? അഞ്ജലിയുടെ ഭർത്താവ്. എടാ അപ്പൊ അഞ്ജലിയാ ദീപകിന്റെ ഭാര്യ. എടാ അതല്ല കേശു. ഈ ദീപക്കും അഞ്ജലിയും നീയായിട്ട് എന്താ ബന്ധം? ഞാനോട്ടൊരു ബന്ധമില്ല, പക്ഷെ അവര് തമ്മിൽ ഭാര്യയും ഭർത്താവുള്ള ബന്ധമാണ്. അപ്പൊ നീ വിളിക്കാത്ത കല്യാണത്തിന് പോയാ? ഞാനാ അങ്ങനെ അല്ല, അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല. കേശു നിനക്ക് നീ എന്തിനാടാ ഈ വിളിക്കാത്ത കല്യാണത്തിനൊക്കെ പോകുന്നത്? നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ചേച്ചി ഉണ്ടാക്കി തരത്തില്ല ഭക്ഷണം. വിളിക്കാത്ത കല്യാണത്തിന് പോയാ? അന്ന് ബാലിച്ചേട്ടന് കൊറേ അടി കിട്ടിയതല്ലേ? എന്നിട്ട് നീ നന്നായില്ലേടാ ചെറുക്ക? അമ്മായി ഇത് അങ്ങനെ അല്ലത്. ഞാൻ ഓർഡർ ചെയ്ത് തരില്ലായിരുന്നല്ലോടാ. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഫുഡ് ഓർഡർ ചെയ്തിരുന്ന ഫുഡ് എല്ലാം കണക്കുണ്ട്. ഞാൻ അതല്ലേ ഞാൻ എന്റെ സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കി തരുമായിരുന്നു നിനക്ക്. അമ്മായിയുടെ സ്പെഷ്യലിന്റെ കാര്യം ഒന്നും പറയല്ലേ. അയ്യോ എടാ എന്നാ ഞാൻ ഓർഡർ ചെയ്ത് തരുമായിരുന്നു. ഞാൻ നിങ്ങളുടെ താരത്തേരും പറഞ്ഞ എന്നെ വിളിക്കാത്ത കല്യാണത്തിനാണ് ഞാൻ പോയെന്ന്. പിന്നെ നീ കല്യാണത്തിന് പോയെന്ന് പറഞ്ഞു. കല്യാണത്തിന് പോയെന്ന് പറഞ്ഞാൽ ഞാൻ വിളിക്കാത്ത കല്യാണത്തിനാണോ? അതെനിക്കറിയാൻ പാടില്ല. അവനും കല്യാണത്തിന് പോയെന്നാ പറഞ്ഞുള്ളൂ. പിന്നെ നീ പറഞ്ഞതാ വിളിക്കാത്ത കല്യാണത്തിനൊന്ന്. എന്നെ വിളിച്ചൊക്കെ തന്നെ കല്യാണം. അവര് ഡയറക്റ്റ് വിളിച്ചില്ല, പക്ഷെ കാറ്ററിംഗ് ഒരു വർക്കിന് വിളിച്ചതാ. പണിക്ക് പോയതാ? എടാ എന്നാ പിന്നെ അത് ആദ്യം പറഞ്ഞാ പോരെ? എത്ര രൂപ കിട്ടി? അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസ കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത പൈസ എന്ന് പറയുമ്പോ ഒരു 500 രൂപയ്ക്ക് മുകളിലുണ്ടാവോ? അത്രയൊക്കെ കിട്ടിയടേ. 800 രൂപ കിട്ടും. അന്നേരം 150 രൂപ. എടാ എനിക്ക് മരുന്ന് മേടിക്കാനാ. വയ്യടാ. ചാച്ചിക്ക് എന്ത് വയ്യ? ഇത് കണ്ട എന്റെ സ്കിന്നൊക്കെ കണ്ട ഒരുമാതിരി ടാനൊക്കെ അടിച്ച് അല്ലേ? ശരിയാണല്ലോ. കൊടുറ പൈസ. സൺസ്ക്രീൻ മേടിക്കാൻ 150 രൂപ. സൺസ്ക്രീൻ മേടിക്കേ 150 രൂപ. എന്റെ ഇല്ല. ഇല്ലെന്നടേ. പിന്നെ ജോലിക്ക് പോയ പൈസ എവിടെ? ജോലിക്ക് പോയി പൈസ കിട്ടി, അത് കടം തീർത്ത്. കടോ? ഈ ചെറിയ പ്രായത്തിൽ നിനക്ക് എന്തോ ഇത്ര വലിയ കടം? എന്ത് ചെറിയ പ്രായത്തിൽ മനുഷ്യന് കടം വന്നുകൂടി? എന്നാലും ഈ 800 രൂപയ്ക്ക് എന്തോ കടം നിനക്ക്? പറ്റുണ്ടായിരുന്നു. എവിടെ? ചായക്കടയിൽ. 800 രൂപയ്ക്കോ? അതിന് വേണ്ടി എന്തോ നിന്ന് കയറ്റണ? ഒരു ദിവസം പോയി കയറ്റിയ കാര്യമില്ലല്ലോ. 2 മാസത്തെ കണക്ക് ഒരുമിച്ച് അങ്ങ് തീർത്തത്. അല്ലെങ്കിൽ പിന്നെ അടുത്ത ദിവസം അണ്ണൊന്നും തരൂലെന്ന് പറഞ്ഞു. 150 രൂപ കൊടുറാ. ചേച്ചിയല്ലേടാ ചോദിക്കണ? പൈസ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കൂലേ. നിങ്ങൾ എന്ത് പറഞ്ഞ ഒരു കാര്യം ചെയ്യും, അളിയനെ വിളിച്ചു പോയിര്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അക്കൗണ്ടിൽ പൈസ ഇല്ലേ? എടാ എന്റെ ATM കാർഡ് അവിടെ കുഴിപ്പടത്തിരിക്കുക. ശരി, എന്നാ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യ്. നിനക്കിപ്പോ തരാൻ പറ്റൂല്ലയോ? ഒരു 150 രൂപ എടുക്കാനില്ല കയ്യില്. എന്റെ അടുത്ത് ചോദിക്കണ്, എന്റെ കയ്യിൽ പൈസ ഇല്ല. കൊള്ളാടാ. സ്വന്തം സഹോദരിക്ക് വയ്യെന്ന് പറഞ്ഞിട്ട് പോലും ഒരു 150 രൂപ പോലും തരാൻ നിനക്ക് വയ്യ അല്ലേ? സഹോദരിക്ക് വയ്യ. വിഷമിക്കണ്ടേ? നിനക്ക് ഞാൻ തരും 150 രൂപ. എന്റെ പൈസ ആർക്ക് വേണം? അമ്മയുടെ പൈസ ഉണ്ടെങ്കിൽ ആദ്യം പോടാ. ഈ സാധനം ഇനി ഇവിടെ വെച്ചാ സെറ്റ് ആവൂല. കണ്ടോ ഇല്ലെന്നൊരു സംശയം. സ്ഥലം മാറ്റാം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.